Hello friends, welcome to our channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് സബ്ജക്റ്റിലെ മൊഡ്യൂൾ 5 വരുന്ന ടോപ്പിക് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് ട്രാൻസാക്ഷൻ. ഓക്കെ, അപ്പോൾ അതിലെ ട്രാൻസാക്ഷൻ പ്രിമിറ്റീവ്സ്, പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസാക്ഷൻസ്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു എക്സാമ്പിൾ ആണ് ബാങ്കിങ്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബാങ്കിങ്ങിന്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Distributed transaction. A distributed transaction is a database transaction in which two or more network hosts are involved. അതായത് ഒന്നിലധികം ഡാറ്റാബേസുകൾ യൂസ് ചെയ്യാണ്. ഒന്നിലധികം ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ആയുള്ളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എ എന്ന് പറയുന്ന അക്കൗണ്ട് ഉണ്ട്, ബി എന്ന് പറയുന്ന അക്കൗണ്ട് ഉണ്ട്. എ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നൊരു 1000 റുപ്പീസ് ബി എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു അക്കൗണ്ടിൽ ക്രെഡിറ്റ് സംഭവിച്ചു അല്ലേ, ഒരു അക്കൗണ്ടിലാണെങ്കിലും ഡെബിറ്റ് ആണ് സംഭവിച്ചത് അല്ലേ. ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ മൾട്ടിപ്പിൾ ടാസ്കുകളാണ് വരുന്നത്. അതിൽ ഒരു അക്കൗണ്ടിൽ ക്യാഷ് എടുത്തിട്ട് അടുത്ത അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ തന്നെ എന്തൊക്കെ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് അല്ലേ. ആ ഒരു അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ ഉള്ള എമൗണ്ടിൽ നിന്നാണ് എടുത്തിട്ട് ബി എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് 1000 റുപ്പീസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എമൗണ്ട് ഈ അക്കൗണ്ടിലേക്ക് തന്നെ സേവ് ചെയ്ത് വെക്കണം അല്ലേ. ബാക്കിയുള്ളത് ഈ അക്കൗണ്ട് എയിൽ തന്നെ സേവ് ചെയ്ത് വെക്കണം അല്ലേ. ഈ ഓരോരോ ടാസ്കുകൾ, അതായത് എ എന്ന് പറയുന്ന അക്കൗണ്ട്, ബി എന്ന് പറയുന്ന അക്കൗണ്ട് അല്ലേ. അപ്പൊ ബിയിലേക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ എന്താ ബിയിൽ സംഭവിക്കുക? അതെടുത്തിട്ട് സേവ് ചെയ്ത് വെക്കും അല്ലെ. ഇതൊക്കെ ചെറിയ ചെറിയ ടാസ്കുകളാണ് ശരിക്കും പറഞ്ഞാൽ, കുട്ടി കുട്ടി ടാസ്കുകളാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ ഒരു മൾട്ടിപ്പിൾ ടാസ്കുകളാണ് ശരിക്കും പറഞ്ഞാൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ എയിലും ടാസ്കുകൾ ഉണ്ട്, ബി എന്ന് പറയലും ടാസ്ക് ഉണ്ട്. ഓക്കെ, രണ്ട് അക്കൗണ്ടിലും ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി ഒരു ഫുൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യണം, അത്രേ ഉള്ളൂ. പക്ഷെ കുറെ ടാസ്കുകൾ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, അതാണ് ശരിക്കും പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടഡ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ വേറൊരു എക്സാമ്പിളിന്റെ കേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യാണ്. ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നല്ലൊരു എന്താ പറയാ, ഫസ്റ്റ് തന്നെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം, പിന്നെ ഒരു നല്ലൊരു ഹോട്ടൽ ബുക്ക് ചെയ്യണം അല്ലെ. ഇതൊക്കെ സെപ്പറേറ്റ് റിസോഴ്സസ് ആണ് അല്ലെ. അപ്പോൾ നമ്മളുടെ ആ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ? ട്രാവൽ ചെയ്യണം അല്ലെ, ഒരു സ്ഥലത്തേക്ക് നമുക്ക് ട്രാവൽ ചെയ്യണം. പക്ഷെ എത്ര റിസോഴ്സുകൾ അതിലേക്ക് ഇൻവോൾവ് ആയുള്ളത് നോക്കിയേ. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് ട്രാൻസാക്ഷൻ. ഓക്കെ, ഇനി യൂഷ്വലി ഹോസ്റ്റ് പ്രൊവൈഡ് ട്രാൻസാക്ഷണൽ റിസോഴ്സസ് വൈൽ the transaction manager is responsible for creating and managing a global transaction that encompasses all operations against such resources. Okay, അതായത് ഒരു ട്രാൻസാക്ഷൻ മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ശരിക്കും ഈ ഒരു ഗ്ലോബൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുക ഒക്കെ. ഇനി ഈ ഒരു ട്രാൻസാക്ഷനിൽ സീക്വൻസ് ഓഫ് ഒബ്ജക്റ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത് എക്സിക്യൂട്ടഡ് വിത്ത് ആസിഡ് പ്രോപ്പർട്ടി. അപ്പോൾ അതിൽ എ എന്ന് പറഞ്ഞാൽ അറ്റോമിസിറ്റി, സി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി, ഐ എന്ന് പറഞ്ഞാൽ ഐസൊലേഷൻ, ഡി എന്ന് പറഞ്ഞാൽ ഡ്യൂറബിലിറ്റി. അത് ഓരോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദെൻ ഇനി വരുന്നത് ട്രാൻസാക്ഷൻ കമാൻഡ്സ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ബിഗിൻ, അതായത് ഒരു ന്യൂ ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി അടുത്ത കമാൻഡ് എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്, അതായത് ട്രാൻസാക്ഷൻ എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എൻഡ് എ ട്രാൻസാക്ഷൻ, സ്റ്റോർ ചേഞ്ചസ് മെയ്ഡ് ഡ്യൂറിങ് ട്രാൻസാക്ഷൻ. ആ ട്രാൻസാക്ഷൻ്റെ ഇടയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ മോഡിഫിക്കേഷൻസ് എല്ലാം ആക്കി എല്ലാം കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. മേക്ക് ചേഞ്ചസ് അക്സെപ്റ്റബിൾ ടു അതർ ട്രാൻസാക്ഷൻ. അടുത്ത വരുന്ന കമാൻഡ് എന്ന് പറഞ്ഞാൽ അബൌട്ട്, അതായത് എന്തെങ്കിലും ആ ഒരു ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ചേഞ്ചസ് സംഭവിക്കണം. അപ്പൊ അങ്ങനെ വന്നാൽ കമ്മിറ്റ് എന്നുള്ള ഒരു കമാൻഡ്, പ്രോഗ്രാമിൽ കമ്മിറ്റ് എന്നുള്ള ഒരു കമാൻഡ് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ ഒരു മോഡിഫിക്കേഷൻ ഒന്നും പറ്റില്ല. ഓക്കെ, അതായത് അൺഡു ഓപ്പറേഷൻസ് കമ്മിറ്റ് എന്നുള്ളത് പെർഫോം ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അൺഡു ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് അബോട്ട് എന്ന് പറഞ്ഞാൽ. അൺഡു ഓൾ ചേഞ്ചസ് മെയ്ഡ് ഡ്യൂറിങ് ദി ട്രാൻസാക്ഷൻ. അപ്പൊ എന്ത് സംഭവിക്കും? അതായത് ട്രാൻസാക്ഷൻ ബിഗിൻ ചെയ്യുന്നപ്പോൾ എങ്ങനെയായിരുന്നോ ഡാറ്റാബേസ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഡാറ്റാബേസിലേക്ക് വീണ്ടും ഡാറ്റാസ് വെച്ചിട്ട് റീസ്റ്റോർ ചെയ്യും. ഓക്കെ, എന്നിട്ട് പിന്നെ വീണ്ടും ആദ്യം മുതൽ എന്ത് ചെയ്യും? ട്രാൻസാക്ഷൻ ചെയ്യും. ഓക്കെ, അതാണ് അബോട്ട് എന്നുള്ള കമാൻഡ്.
ഇനി വരുന്നത് ട്രാൻസാക്ഷൻ ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്താ, ബിഗിൻ ട്രാൻസാക്ഷൻ ആണ്, അതായത് ട്രാൻസാക്ഷൻ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി വരുന്നത് റീഡ് ഐറ്റം ഓർ റൈറ്റ് ഐറ്റം ഓപ്പറേഷൻ, പിന്നെ എൻഡ് ട്രാൻസാക്ഷൻ, ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ. ഇനി വരുന്നത് കമ്മിറ്റ് എന്നുള്ള ഓപ്പറേഷൻ ആണ്. അപ്പോൾ കമ്മിറ്റ് എന്നുള്ള ഓപ്പറേഷൻ എന്താ ശരിക്കും പറഞ്ഞാൽ, അതായത് ഒരു പെർമനന്റ് സ്റ്റോറേജ് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാണ്. എല്ലാ ട്രാൻസാക്ഷനും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, മോഡിഫിക്കേഷൻസ് എല്ലാം മാറ്റി കഴിഞ്ഞു അല്ലേ. അതാണ് കമ്മിറ്റ് എന്നുള്ള ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ റോൾ ബാക്ക്. നേരത്തെ നമ്മൾ അബോർട്ട് എന്നുള്ള കമാൻഡിനെ പറ്റി പറഞ്ഞല്ലോ. അതായത് ട്രാൻസാക്ഷന്റെ സ്റ്റേറ്റുകൾ 5 സ്റ്റേറ്റ് വരുന്നുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് അബോർട്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ് വീണ്ടും അൺഡു ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ വന്നാൽ, എന്തെങ്കിലും ഫെയിലിയർ സംഭവിക്കുക ട്രാൻസാക്ഷനിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണം, അങ്ങനെയൊക്കെ വരേണ്ടി വരുന്ന കേസിൽ കമ്മിറ്റ് എന്നുള്ള ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും സംഭവിക്കില്ല, ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പം അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ശരിക്കും റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ. വീണ്ടും എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഫെയിൽ ആയി കഴിഞ്ഞാൽ, ട്രാൻസാക്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഡാറ്റാ ബേസിൽ വീണ്ടും ആ ഡാറ്റ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ ഡാറ്റനെ റീസ്റ്റോർ ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അബോർട്ട് എന്നുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോവാണ്. ഓക്കെ, a signal to specify that the transaction has been unsuccessful and so all temporary changes in the database are undone. A committed transaction cannot be rolled back. ഇവിടെ ട്രാൻസാക്ഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്, ടിക്കറ്റ് റിസർവേഷൻ്റെ. അപ്പോൾ അവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഫ്ലൈറ്റ് നമ്പർ, ഡേറ്റ്, കസ്റ്റമർ നെയിം അല്ലേ. അപ്പോൾ അവിടെ ട്രാൻസാക്ഷൻ ബിഗിൻ ചെയ്തു, ബിഗിൻ ട്രാൻസാക്ഷൻ റിസർവേഷൻ, ദെൻ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്തു. ദെൻ അവിടെ കമ്മിറ്റ് എന്നുള്ള ഒരു കമന്റ് വന്നു അല്ലേ. കമ്മിറ്റ് എന്നുള്ള കമന്റ് വന്നപ്പോൾ എന്താ, അവിടുത്തെ ട്രാൻസാക്ഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ട്രാൻസാക്ഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവിടെ മോഡിഫിക്കേഷൻ ചേഞ്ച് എന്തെങ്കിലും സംഭവിക്കുമോ, ഇല്ല. ദെൻ എൻഡ് അല്ലേ, എൻഡ് റിസർവേഷൻ. അപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, റിസർവേഷൻ കംപ്ലീറ്റഡ്. ഇനി വരുന്നത് ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 5 സ്റ്റേറ്റ്സ് വരുന്നുണ്ട്, ആക്റ്റീവ്, പാർഷ്യലി കമ്മിറ്റഡ്, കമ്മിറ്റഡ്, ഫെയിൽഡ് ആൻഡ് അബോർട്ടഡ്. അപ്പോൾ അതിൽ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്, ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാണ് അല്ലേ. Then the transaction remains in the state while it is executed read, write or other operation. ഇനി വരുന്ന partially committed ആണ്. ഈ partially committed എന്നുള്ള സ്റ്റേറ്റിലേക്ക് എപ്പോഴാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രാൻസാക്ഷൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി ട്രാൻസാക്ഷൻ ഹാസ് ബീൻ എക്സിക്യൂട്ടഡ്. ആ ഒരു ടൈമിലാണ് പാർഷ്യലി കമ്മിറ്റഡ് എന്നുള്ള സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ഫെയിലും സംഭവിക്കാം, സക്സസ് ആവാം അല്ലെങ്കിൽ ഫെയിൽ ആവാം. അതാണ് ഈ ട്രാൻസാക്ഷന്റെ മെയിൻ 2 കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ സക്സസ് ആവും അല്ലെങ്കിൽ ഫെയിൽ ആവും. ഓക്കെ, ഇനി കമ്മിറ്റഡ് എന്നുള്ള സ്റ്റേറ്റ് എന്താ, എല്ലാ ട്രാൻസാക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു കേസാണ് അല്ലേ. ഇനി ഫെയിൽഡ്, അതായത് ആക്റ്റീവ് സ്റ്റേറ്റിൽ നിന്നോ അല്ലെങ്കിൽ പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിൽ നിന്നോ എന്തെങ്കിലും എറേഴ്സ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയില്ല, ഫെയിൽ ആയി കഴിഞ്ഞാൽ പോകുന്ന സ്റ്റേറ്റ് ആണ് ഫെയിൽഡ് എന്നുള്ള സ്റ്റേറ്റ്. ഓക്കെ, ഇനി അബോർട്ടഡ്, ദിസ് ഈസ് ദി സ്റ്റേറ്റ് ആഫ്റ്റർ ദി ട്രാൻസാക്ഷൻ ഹാസ് ബീൻ റോൾ ബാക്ക് ആഫ്റ്റർ ഫെയിലിയർ. റോൾ ബാക്കിന്റെ കേസ് പറഞ്ഞല്ലോ, ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ച് റോൾ ബാക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് ആ സ്റ്റാർട്ട് ചെയ്ത അവിടേക്ക് തന്നെ തിരിച്ചു പോവാണ് അല്ലേ. ആൻഡ് ദി ഡാറ്റാബേസ് ഹാസ് ബീൻ റീസ്റ്റോർഡ് ടു ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് വാസ് ബിഫോർ ദി ട്രാൻസാക്ഷൻ ബിഗിൻ. സോ ഇങ്ങനെയാണ് അതിന്റെ സ്റ്റേറ്റ്സ് വരുന്നത്. ഫസ്റ്റ് എന്താ, ആക്റ്റീവ് സ്റ്റേറ്റ് ആണ്, അപ്പോൾ അവിടെ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്തു. ദെൻ പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി, അതിൽ നിന്ന് കമ്മിറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി. അപ്പോൾ അതാണ് പെർമനന്റ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ അല്ലെ. പിന്നെ മോഡിഫിക്കേഷൻ ഒന്നും പറ്റില്ലല്ലോ. ദെൻ ടെർമിനേറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി. ഇനി ഫെയിലിയർ ആവുന്ന കേസ് എന്ന് വെച്ചാൽ പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റ് അതുപോലെ തന്നെ ആക്റ്റീവ് സ്റ്റേറ്റ്, ഇവിടെ നിന്നാണ് എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ ഫെയിൽഡ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഫെയിൽഡ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എവിടേക്കാണ് പോകുന്നത്, അതായത് അബോർട്ടഡ് സ്റ്റേറ്റ്, അതായത് റോൾ ബാക്ക് സംഭവിച്ചു, അൺഡു ഓപ്പറേഷൻസ് അല്ലേ, വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. ഇതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യല്ലേ, വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ട്രാൻസാക്ഷൻ എവിടെ നിന്നാണോ ബിഗിൻ ചെയ്തുള്ളത് അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ ബിഗിൻ ചെയ്യുമ്പോൾ ഉള്ള ഡാറ്റാബേസ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. ഓക്കെ, അൺഡു ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്ത് കൊടുക്കും. എന്നിട്ട് അബോർട്ടഡ് സ്റ്റേറ്റിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യും, ടെർമിനേറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. എന്നിട്ട് പിന്നെ എന്താ സംഭവിക്കുന്നത്, വീണ്ടും ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് തന്നെ പോകണം. വീണ്ടും ആക്റ്റീവ് സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലാണ് ആ ട്രാൻസാക്ഷൻ പിന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ അല്ലെ. കംപ്ലീറ്റ് ആവാം അല്ലെങ്കിൽ വീണ്ടും ഫെയിൽ ആവാം. ഓക്കെ, ദെൻ ഇനി വരുന്നത് ട്രാൻസാക്ഷൻ പ്രിമിറ്റീവ്സ് ആണ്. സോ സ്പെഷ്യൽ പ്രിമിറ്റീവ്സ് റിക്വയർഡ് ഫോർ പ്രോഗ്രാമിംഗ് യൂസിങ് ട്രാൻസാക്ഷൻസ്.
അപ്പോൾ എക്സാമ്പിൾസ് ഓഫ് ട്രാൻസാക്ഷൻ പ്രിമിറ്റീവ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ബിഗിൻ ട്രാൻസാക്ഷൻ, മാർക്ക് ദി സ്റ്റാർട്ട് ഓഫ് ട്രാൻസാക്ഷൻ. നെക്സ്റ്റ് എന്താ? എൻഡ് ട്രാൻസാക്ഷൻ, EOT. ഇനി അബൌട്ട് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കിൽ ദി ട്രാൻസാക്ഷൻ ആൻഡ് റീസ്റ്റോർ ദി ഓൾഡ് വാല്യൂ, ദെൻ റീഡ്, ഫയലിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്തെടുക്കുക അല്ലെ? റൈറ്റ് ഡാറ്റ ടു ഫയൽ. ദെൻ ഇനി വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആറ്റോമിസിറ്റി ആണ്. ദിസ് പ്രോപ്പർട്ടി സ്റ്റേറ്റ് ദാറ്റ് എ ട്രാൻസാക്ഷൻ മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് ആൻ ആറ്റോമിക് യൂണിറ്റ്. ട്രാൻസാക്ഷനെ ആറ്റോമിക് യൂണിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. വേറെ ഒന്നല്ല, ഒന്നെങ്കിൽ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ട് നടക്കും, അല്ലെങ്കിൽ നടക്കില്ല. എയ്തർ ഓഫ് ഓൾ ഓഫ് ഇറ്റ്സ് ഓപ്പറേഷൻസ് ആർ എക്സിക്യൂട്ടഡ് ഓർ നോട്ട്. കാരണം ഇവിടെ പാർഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഇവിടെ ഇല്ല. There must be no state in database where a transaction is left partially completed. ഒന്നെങ്കിൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ എക്സിക്യൂഷൻ ഓഫ് ദി ട്രാൻസാക്ഷന് മുന്നായിട്ട്, അല്ലെങ്കിൽ ആഫ്റ്റർ ദി എക്സിക്യൂഷൻ ഓർ അബോർഷൻ ഓർ ഫെയിലിയർ ഓഫ് ദി ട്രാൻസാക്ഷൻ. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് അക്കൗണ്ട് എ ഹാസ് എ ബാലൻസ് ഓഫ് $400 ഉണ്ട്, ബി ആണെങ്കിൽ $700 ഉണ്ട്. ഇനി അക്കൗണ്ട് എയിൽ നിന്ന് അക്കൗണ്ട് ബിയിലേക്ക് $100 ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത് അല്ലെ? അതായത് എ എന്ന് പറയുന്ന അക്കൗണ്ടിൽ എങ്ങനെയാ? ഡെബിറ്റിംഗ് $100 അല്ലെ? ഇനി ബി എന്ന് പറയുന്ന അക്കൗണ്ടിലാണെങ്കിൽ അവിടെ എന്താ? ക്രെഡിറ്റ് ചെയ്യാണ് അല്ലെ? സോ let's say first operation passed successfully while second failed. First operation ശരിയായി, രണ്ടാമത്തെ ഓപ്പറേഷൻ ഫെയിൽ ആയി. In this case A's balance would be, Aയുടെ ബാലൻസ് എത്രയായിരിക്കും? 100 പോയല്ലോ. അപ്പൊ ബാക്കി ബാലൻസ് എന്ന് പറയുന്നത് 400 100 പോയി, അപ്പൊ $300 ആണ് എയിലുള്ളത് അല്ലെ? പക്ഷെ ബിയില് എന്താ സംഭവിച്ചത്? ബിയില് ആ ഓപ്പറേഷൻ നടന്നില്ല, അതിൽ ക്രെഡിറ്റ് ആയില്ല. അപ്പൊ ബിയിൽ ഇപ്പോഴും എന്താണ്? 700 ആണ് ഉള്ളത്. ശരിക്കും 800 ആണ് ആവേണ്ടിയിരുന്നത്, പക്ഷെ ആയില്ല അല്ലെ? അപ്പോൾ ഇങ്ങനൊരു കേസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബാങ്കിങ് സിസ്റ്റം എങ്ങനെയായിരിക്കും? ഒരു അൺഅക്സെപ്റ്റബിൾ ബാങ്കിങ് സിസ്റ്റം ആയിരിക്കും. അതാണ് ആറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ. പാർഷ്യൽ ആയുള്ള സ്റ്റേറ്റിനെ ഒരിക്കലും ഡീൽ ചെയ്യില്ല. ഒന്നെങ്കിൽ സക്സസ്ഫുൾ ആവും, അല്ലെങ്കിൽ ഫെയിൽ ആവും. അപ്പോൾ എന്ന് പറയുന്നത് ഒരു അൺഅക്സെപ്റ്റബിൾ ബാങ്കിങ് സിസ്റ്റം ആണ്. ഓക്കെ, either the transaction should fail without executing any of the operation, or it should process both the operation. The atomicity property ensure that. Then ഇനി വരുന്നത് കൺസിസ്റ്റൻസി ആണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കറക്റ്റ് വാല്യൂ ആയിരിക്കണം അപ്ഡേറ്റ് ചെയ്ത് കിട്ടേണ്ടത്. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. The database must remain in a consistent state after any transaction. No transaction should have any adverse effect on the data residing in the database. Okay, so if the database was in a consistent state before the execution of transaction, it must remain consistent after the execution of the transaction as well. For example പറയാണ്, എ എന്ന് പറയുന്ന അക്കൗണ്ടിലെ ബാലൻസ് പറയുന്നത് $400 ആണ്. അതിൽ നിന്ന് ഒരു $100 ബിയിലേക്കും സിയിലേക്കും ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അപ്പോൾ കിട്ടുന്ന എയുടെ ഫൈനൽ ബാലൻസ് എന്താണ്? ശരിക്കും 200 ആണ് അല്ലെ? പക്ഷെ കിട്ടുന്നത് 300 ആയിട്ടാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊരു എറർ അല്ലേ? അങ്ങനെ വരാൻ പാടില്ലല്ലോ. അപ്പൊ അതൊരു ഫെയിൽ ആയി അല്ലെ? ഒരു അൺഅക്സെപ്റ്റബിൾ ബാങ്കിങ് സിസ്റ്റം ആണ് വരുന്നത് അല്ലെ? Let's say this transaction run concurrently and both the transaction read $400 balance. In that case, the final balance of A would be $300 instead of $200. അപ്പോൾ അത് തെറ്റാണ് അല്ലെ? If the transaction were to run in isolation, then the second transaction would have read the correct balance $300 before debiting 100 അല്ലെ? Once the first transaction went successful. അതായത് കറക്റ്റ് ആയിട്ട് വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യണം, റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യണം. ദെൻ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഐസൊലേഷൻ ആണ്. അതായത് ഡാറ്റാബേസ് സിസ്റ്റത്തിൽ ഒന്നിലധികം ട്രാൻസാക്ഷൻസ് പാരലായിട്ട് നടക്കുകയാണ്, ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് വരാൻ പാടില്ല? ഒരു ഇന്റർലീവിങ്ങോ പ്രോബ്ലംസ് ഒന്നും വരാൻ പാടില്ല. അതാണ് ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ. In a database system where more than one transaction are being executed simultaneously and in parallel, the property of isolation states that all transactions will be carried out and executed as if it is the only transaction in the system. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. No transaction will affect the existence of any other transaction. ഒരു ട്രാൻസാക്ഷൻ മറ്റൊരു ട്രാൻസാക്ഷനെ എഫക്റ്റ് ചെയ്യാനേ പാടില്ല. അതാണ് ഐസൊലേഷൻ. നെക്സ്റ്റ് എന്താ? ഡ്യൂറബിലിറ്റി.
The database should be durable enough to hold all its latest updates even if the system fail or restart. ഒരു സിസ്റ്റം ഫെയിൽ ആയി റീസ്റ്റാർട്ട് ആയി, അതായത് ഇതിൽ ലാസ്റ്റത്തെ പ്രോപ്പർട്ടി ആണ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. എല്ലാ അപ്ഡേഷൻസിനെയും എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, ഇഫ് എൻ ട്രാൻസാക്ഷൻ അപ്ഡേറ്റ് എ ചങ്ക് ഓഫ് ഡാറ്റ ഇൻ എ ഡാറ്റാബേസ് ആൻഡ് കമ്മിറ്റ്സ്, then the database will hold the modified data. എല്ലാ ഡാറ്റാസിനെയും ഹോൾഡ് ചെയ്ത് വെക്കണം. If a transaction commit but the system failed before the data could be written on the disk, then the data will be updated once the system spring back into action. ഇവിടെ എന്താ പറയുന്നത്, അതായത് ട്രാൻസാക്ഷൻ കമ്മിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ, ട്രാൻസാക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയി, പക്ഷേ എന്ത് സംഭവിച്ചത്, ആ ഒരു ഡാറ്റ ഡിസ്കിലേക്ക് റൈറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് സംഭവിച്ചു, സിസ്റ്റം ഫെയിൽ ആയിപ്പോയി. Then that data will be updated once the system spring back into action. അതായത് ഡ്യൂറബിലിറ്റിയിൽ ഇതാണ് പറയുന്നത്, എല്ലാ അപ്ഡേഷൻസും ഡാറ്റാസും ഒക്കെ കറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക. ദെൻ ഇനി വരുന്നത് ബാങ്കിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആണ്, ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, സെയിം എക്സാമ്പിൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടും രണ്ട് ഡാറ്റാബേസുകളാണ് വരുന്നത്. അപ്പം അതിൽ വരുന്ന ട്രാൻസാക്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്, അതിൽ വരുന്ന ഇഷ്യൂസും. ഓക്കെ, അപ്പോൾ ഈച്ച് അക്കൗണ്ട് ഈസ് റെപ്രസെന്റഡ് ബൈ എ റിമോട്ട് ഒബ്ജക്ട് ഹൂസ് ഇന്റർഫേസ് അക്കൗണ്ട്. അപ്പോൾ ഈ അക്കൗണ്ട് എന്നുള്ള ഇന്റർഫേസ് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നോക്കേണ്ടത്. ഓക്കെ, അക്കൗണ്ട് പ്രൊവൈഡ് ഓപ്പറേഷൻസ് ഫോർ മേക്കിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ആൻഡ് ഫോർ എൻക്വയറിംഗ് അബൌട്ട് ആൻഡ് സെറ്റിംഗ് ദി ബാലൻസ്. ഇനി വരുന്നത് ബ്രാഞ്ചിന്റെ കേസ് ആണ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇന്റർഫേസ് ആണ് ബ്രാഞ്ച് എന്ന് പറയുന്ന ഇന്റർഫേസ് ഉണ്ട്. അത് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഫോർ ക്രിയേറ്റിംഗ് എ ന്യൂ അക്കൗണ്ട്, അതുപോലെ നെയിം വെച്ചിട്ട് അക്കൗണ്ടിനെ ഐഡന്റിഫൈ ചെയ്യണം, ആരെ അക്കൗണ്ട് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം അല്ലേ. ഫോർ ലുക്കിംഗ് അപ്പ് ആൻ അക്കൗണ്ട് ബൈ നെയിം ആൻഡ് ഫോർ എൻക്വയറിംഗ് അബൌട്ട് ദി ടോട്ടൽ ഫണ്ട്സ് അറ്റ് ദാറ്റ് ബ്രാഞ്ച്. ആ ബ്രാഞ്ചിൽ വരുന്ന ടോട്ടൽ ഫണ്ട് എത്രയാണെന്നുള്ളതും. അപ്പം ഇത്രയും ഓപ്പറേഷൻസ് ബ്രാഞ്ച് എന്നുള്ള ഒരു ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡെപ്പോസിറ്റ്, വിഡ്രോവൽ, ഓക്കെ, അതുപോലെ എൻക്വയറീസ്, ആ കാര്യങ്ങൾ, അതുപോലെ ബാലൻസ് സെറ്റ് ചെയ്യുക, ആ ഓപ്പറേഷൻസ് ഒക്കെ അക്കൗണ്ട് എന്നുള്ള ഇന്റർഫേസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്ന ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതായത് സെർവർ കറക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തില്ലെങ്കിൽ ഡിഫറെന്റ് ക്ലയൻറ്റ്സ് തമ്മിൽ എന്ത് ചെയ്യാം, അതായത് ഇന്റർഫിയർ ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇന്റർഫറൻസ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതായത് ഇൻകറക്റ്റ് വാല്യൂസ് ആയിരിക്കും വരുന്നത്, തെറ്റിപ്പോവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് സെർവറിനെ കറക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തില്ലെങ്കിൽ. അതാണ് അവിടുത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. അൺലെസ് ആൻഡ് സെർവർ ഈസ് കെയർഫുള്ളി ഡിസൈൻഡ്, its operation performed on behalf of different clients may sometimes interfere with one another. Okay, such interference may result in incorrect values in the object. അതായത് ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് രണ്ട് ഡാറ്റാബേസിലും ഇൻകറക്റ്റ് വാല്യൂസ് വരാണ്. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻസ് ഓഫ് ദി അക്കൗണ്ട് ഇന്റർഫേസ് ആണ് ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ്, ഡെപ്പോസിറ്റ് ഓഫ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, പിന്നെ എമൗണ്ട് വിഡ്രോ ചെയ്തു, പിന്നെ ഗെറ്റ് ബാലൻസ് എന്നുള്ള ഫംഗ്ഷൻ എന്താ റിട്ടേൺ ചെയ്യുന്നത്, അക്കൗണ്ടിൽ ബാലൻസ് ആണ്. ദെൻ സെറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ ബാലൻസ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, എമൗണ്ട് വെച്ചിട്ട് സെറ്റ് ചെയ്യാണ് അല്ലേ. ഇനി ഓപ്പറേഷൻസ് ഓഫ് ദി ബ്രാഞ്ച് ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, നെയിം വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ലുക്കപ്പ് ഓഫ് നെയിം എന്ന് പറഞ്ഞാൽ നെയിം വെച്ചിട്ട് ആ ഒരു അക്കൗണ്ട്, പെർട്ടിക്കുലർ അക്കൗണ്ട് ആരുടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാൻ പറ്റും അല്ലേ. അതായത് ഈ ബ്രാഞ്ച് എന്നുള്ളതും ഈ അക്കൗണ്ടും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ആണ് ശരിക്കും പറഞ്ഞാൽ പറയുന്നത് അല്ലേ, ട്രാൻസാക്ഷനിൽ കൂടെ. ഒരാൾക്ക് ഒരു എമൗണ്ട്, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, ഒരു ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, ആ അക്കൗണ്ടിലേക്ക് പിന്നെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഉള്ള പൈസയാണെങ്കിൽ വിഡ്രോ ചെയ്യണം അല്ലെ. ഒരു ട്രാൻസാക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് ഡാറ്റാബേസിൽ നിന്ന് അല്ലെ. അപ്പൊ ഇവിടെ രണ്ട് കേസിലും ഓപ്പറേഷൻസ് വെച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, രണ്ട് റിസോഴ്സസിലും അല്ലെ, രണ്ട് ഡാറ്റാബേസിലും എങ്ങനെയാണ് മൾട്ടിപ്പിൾ ടാസ്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ, മൾട്ടിപ്പിൾ ടാസ്കുകൾ ചേർന്നിട്ടുള്ളതാണ് ശരിക്കും ട്രാൻസാക്ഷൻ. ഓക്കെ, സിമ്പിൾ സിങ്ക്രണൈസേഷൻ വിത്തൗട്ട് ട്രാൻസാക്ഷൻസ്. അപ്പം നമ്മൾ പറഞ്ഞു സെർവർ ഡിസൈൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ ക്ലയൻറ്റ്സ് തമ്മിൽ ഇന്റർലീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. കാരണം എന്താ, സെയിം ഓപ്പറേഷൻസ് തന്നെയായിരിക്കും മൾട്ടിപ്പിൾ ക്ലയൻറ്റ്സും പെർഫോം ചെയ്യണത് അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിന്റെ എയിം എന്ന് പറഞ്ഞാൽ സെർവർ ആറ്റോമിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. അപ്പോൾ അതിനെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രെഡ്സ് യൂസ് ചെയ്യാണ്. അപ്പോൾ ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ എന്താ, അതായത് മൾട്ടിപ്പിൾ ക്ലയൻറ്റ്സിന് സെയിം ടൈമിൽ കൺകറന്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും.
use of thread which allow operations from multiple clients to run concurrently and അതുപോലെ തന്നെ സെയിം ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ മെത്തേഡ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ therefore the methods of the object should be designed for use in a multi-threaded context. ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെപ്പോസിറ്റും വിഡ്രോ എന്ന് പറയുന്ന രണ്ട് മെത്തേഡാണ്. ആ രണ്ട് മെത്തേഡും മൾട്ടി ത്രെഡഡ് കോണ്ടെക്സ്റ്റ്, ആ മൾട്ടി ത്രെഡഡ് പ്രോഗ്രാമിങ്ങിലല്ല ഡിസൈൻ ചെയ്തിട്ടുള്ളെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് കൺകറന്റ് എക്സിക്യൂഷൻ ടൈമിൽ ഇന്റർലീവ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം അങ്ങനെയല്ല ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ then it is possible that the action of two or more concurrent execution of the method could be interleaved arbitrarily. Okay. ഇനി വരുന്ന ഒരു കേസ് synchronize keyword. Synchronize keyword can be applied to method in Java. So only one thread at a time can access an object. അപ്പോൾ ഒരു ത്രെഡിന് if one thread invoke a synchronized method on an object എന്ത് സംഭവിക്കും? ആ ഒബ്ജക്റ്റ് അവിടെ ലോക്കായി. Another thread that invoke one of the synchronized method will be blocked. So operations that are free from interference from concurrent operation being performed in other threads are called atomic operations. ഇത് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു സെക്ഷൻ ആണ്. ഈ ഒരു atomic operations എങ്ങനെയാണ് സെർവറിൽ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുക? മൾട്ടി ത്രെഡഡ് പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് ആ മെത്തേഡ്സിനെ അതിലേക്ക് ഡിസൈൻ ചെയ്തെടുക്കണം. ഓക്കെ, ഇത് നന്നായിട്ട് പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു സെക്ഷൻ ആണ്. ദെൻ ഇനി വരുന്ന ഒരു മെത്തേഡ്, അപ്പോൾ നമ്മളുടെ എയിം എന്താ? ക്ലയൻറ്റ്സ് തമ്മിൽ ഇന്റർഫറൻസ് വരാൻ പാടില്ല അല്ലെ, അതനുസരിച്ചിട്ട് സെർവറിന് ഡിസൈൻ ചെയ്തെടുക്കണം അല്ലെ. അപ്പോൾ അതിൽ വരുന്ന രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് എന്തായിരുന്നു? നമ്മൾ ത്രെഡ് യൂസ് ചെയ്തുള്ള കേസ് പറഞ്ഞു, സിങ്ക്രണൈസേഷൻ കീവേഡിന്റെ കേസ് പറഞ്ഞു. ഇനി വരുന്നത് എൻഹാൻസിങ് ക്ലയന്റ് കോർപ്പറേഷൻ ബൈ സിങ്ക്രണൈസേഷൻ ഓഫ് സെർവർ ഓപ്പറേഷൻ. ഈ ഒരു കേസിൽ ക്ലയൻറ്റ്സ് മേ യൂസ് എ സെർവർ ആസ് എ മീൻ ഓഫ് ഷെയറിംഗ് സം റിസോഴ്സസ്. വേറെ ഒന്നുമല്ല, കുറച്ച് ക്ലയൻറ്റ്സ് ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് സെർവേഴ്സിന്റെ ഒബ്ജക്ട്സിനെ അപ്ഡേറ്റ് ചെയ്യും. അതർ ക്ലയൻറ്റ്സ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം തന്നെ അക്സസ് ചെയ്യും. അപ്പോൾ ഇത് എന്തിനാ യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മെത്തേഡ് എന്തിനാ യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചില കേസിൽ ത്രെഡുകൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തിനുള്ള പോസിബിലിറ്റി കൂടുതലാ? ഇന്റർലീവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. സോ ഇറ്റ് പ്രിവെന്റ് ത്രെഡ്സ് ഇന്റർഫിയറിംഗ് വിത്ത് വൺ അനദർ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇനി അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയാണ്, അതായത് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കേസാണ്. For example, a situation may arise in which the operation requested by one client cannot be completed until an operation requested by another client has been performed. So this can happen when some clients are producers, ബാക്കിയുള്ളത് എന്തായിരിക്കും? കൺസ്യൂമേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യേണ്ടി വരും? അതായത് പ്രൊഡ്യൂസർ സപ്ലൈ ചെയ്യണ വരെ എന്ത് ചെയ്യേണ്ടി വരും? കൺസ്യൂമറിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ വരുന്നത് വെയിറ്റ് ആൻഡ് നോട്ടിഫൈ എന്നുള്ള ഒരു ആക്ഷൻ ആണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. So it can also occur when clients are sharing a resources. Clients needing the resource may have to wait for other clients to release it. അതാണ് പറയുന്നത്, കുറച്ച് ക്ലയൻസ് പ്രൊഡ്യൂസറും മറ്റ് കുറച്ച് ക്ലയൻസ് കൺസ്യൂമേഴ്സ് ആയിട്ട് വരുന്ന ആ ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസൊക്കെ വരുമ്പോഴാണ് എന്ത് വരുന്നത്? ആ ഒരു ത്രെഡ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കേസൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ ഇന്റർലീവ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും അതിന് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് എൻഹാൻസിങ് ക്ലയന്റ് കോർപ്പറേഷൻ ബൈ സിങ്ക്രണൈസേഷൻ ഓഫ് സെർവർ ഓപ്പറേഷൻ. ദെൻ ഇനി വരുന്നത് ഓപ്പറേഷൻസ് ഇൻ കോർഡിനേറ്റർ ഇന്റർഫേസ് ആണ്. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ആരാണ്? കോർഡിനേറ്റർ ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓപ്പൺ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്താണ് റിട്ടേൺ ചെയ്യുന്നത്? അതായത് പുതിയൊരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഒരു യുണീക്ക് ആയുള്ള ട്രാൻസാക്ഷൻ ID പ്രൊവൈഡ് ചെയ്യാണ്. ഈ ID എന്ന് പറഞ്ഞാൽ ഐഡന്റിഫയർ ആണ്. ഈ ട്രാൻസാക്ഷനിലെ അതർ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ID ആണത്. ഓക്കെ, ഇനി ക്ലോസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. കമ്മിറ്റ് ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ എന്താ? ആ ട്രാൻസാക്ഷൻ കമ്മിറ്റഡ് ആണ് അല്ലേ. അബോർട്ട് ആണെങ്കിലോ, അതായത് ആ ഒരു ട്രാൻസാക്ഷൻ എന്തായി? അബോർട്ടഡ് ആയി, അതായത് എന്തോ ഫെയിലിയർ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വീണ്ടും അതിൻ്റെ റോൾ ബാക്ക് എന്നുള്ള ഓപ്പറേഷനൊക്കെ പെർഫോം ചെയ്തു അബോർട്ടഡ് എന്നുള്ള സ്റ്റേറ്റിലേക്കാണ് പോയിട്ടുള്ളത്. ഓക്കെ, ഇനി അബോർട്ട് ട്രാൻസാക്ഷൻ എന്താ റിട്ടേൺ ചെയ്യുന്നത്? അതായത് അബോർട്ട് ദി ട്രാൻസാക്ഷൻ. ഓക്കെ, സോ ദി കോർഡിനേറ്റർ ഗീവ് ഈച്ച് ട്രാൻസാക്ഷൻ ആൻ ഐഡന്റിഫയർ ഓർ TID. The client invoke
the open transaction method of the coordinator to introduce a new transaction, a transaction identifier or TID is allocated and written. Okay. അപ്പോൾ പറഞ്ഞു ക്ലയന്റ് ഓപ്പൺ ട്രാൻസാക്ഷൻ എന്നുള്ള മെത്തേഡ് ഇൻവോക്ക് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ ഐ ഡി പ്രൊവൈഡ് ചെയ്യുന്നു, ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു പറഞ്ഞു. ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ക്ലയന്റ് എൻഡ് ട്രാൻസാക്ഷനിലെ, അതായത് ക്ലോസ് ട്രാൻസാക്ഷൻ എന്നുള്ള ആ ഒരു മെത്തേഡിനെ ആയിരിക്കും ഇൻവോക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ അത് എൻഡ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ഓൾ ഓഫ് ദി റിക്കവറബിൾ ഒബ്ജക്ട് അക്സസ്ഡ് ബൈ ദി ട്രാൻസാക്ഷൻ ഷുഡ് ബി സേവ്ഡ് അല്ലേ. ഇനി ചില സിറ്റുവേഷനിൽ, അതായത് ക്ലയന്റിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണം. അപ്പോൾ മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതായത് അബോട്ട് എന്നുള്ള ആ ഒരു മെത്തേഡ് അല്ലേ, അബോട്ട് ട്രാൻസാക്ഷൻ, ആ ഒരു മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഓൾ ഓഫ് ഇറ്റ്സ് എഫക്ട് ഷുഡ് ബി റിമൂവ്ഡ് ഫ്രം സൈറ്റ്, എല്ലാതും പോയി. പിന്നെ വീണ്ടും ആ ഒരു ട്രാൻസാക്ഷൻ എവിടെ നിന്നാണോ ബിഗിൻ ചെയ്തത് അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും അതിനെ അൺഡു ചെയ്ത് വെക്കും. ഓക്കെ. അപ്പോൾ അതാണ് ആ 3 കേസ് പറയുന്നത്. ഒരു കോർഡിനേറ്റർ ഇന്റർഫേസ് വെച്ചുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അതായത് ഒരു ട്രാൻസാക്ഷൻ എന്നുള്ളത് സക്സസ്ഫുൾ ആവാം, അതുപോലെ തന്നെ അബോർട്ടഡ് ആവാം. 2 രീതിയിൽ അത് സംഭവിക്കാം അല്ലേ. അതായത് ക്ലയന്റിന് അബോർട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സർവേഴ്സിനും പറ്റും അല്ലേ. ക്ലയന്റിന് എങ്ങനെ അബോർട്ട് ചെയ്യാൻ പറ്റുക? അബോർട്ട് ട്രാൻസാക്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്ലയന്റ് ആ ഒരു ട്രാൻസാക്ഷനെ അബോർട്ട് ചെയ്ത് കളയും, അല്ലെങ്കിൽ പിന്നെ സർവേഴ്സ് ആയിരിക്കും അബോർട്ട് ചെയ്യുന്നത്. അതാണ് ഫെയിലിയർ വരുന്ന കേസ്. എന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അത് സർവറിന്റെ ഭാഗത്തുനിന്നുള്ളതാണ്, അപ്പോൾ സർവർ അതിനെ അബോർട്ട് ചെയ്യും. ഓക്കെ. ഇനി വരുന്ന ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ ഫിഗർ 16.4 ഷോ ദിസ് 3 ഓൾട്ടർനേറ്റീവ് ലൈഫ് ഹിസ്റ്ററി ഫോർ ട്രാൻസാക്ഷൻ ആണ്. അതായത് സക്സസ്ഫുൾ, അബോർട്ടഡ് ബൈ ക്ലയന്റ്, അതുപോലെ തന്നെ അബോർട്ടഡ് ബൈ സർവർ, അതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വരുന്നത് സർവീസ് ആക്ഷൻസ് റിലേറ്റഡ് ടു പ്രോസസ് ക്രാഷസ്. അതായത് സർവർ പ്രോസസ്സ് അതുപോലെ തന്നെ ക്ലയന്റ് പ്രോസസ്സ് ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ഇടയിൽ അൺഎക്സ്പെക്റ്റഡ്ലി ക്രാഷ് ആവുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എന്തൊക്കെ ആക്ഷൻ ആണ് നടക്കുന്നതെന്ന്. ഇഫ് ആൻ സർവർ പ്രോസസ് ക്രാഷസ് അൺഎക്സ്പെക്റ്റഡ്ലി എന്ത് സംഭവിക്കും? ഇറ്റ് ഈസ് ഇവൻച്വലി റീപ്ലേസ് ദി ന്യൂ സർവർ പ്രോസസ് അബൌട്ട് എനി അൺകമ്മിറ്റഡ് ട്രാൻസാക്ഷൻ ആൻഡ് യൂസസ് ആൻഡ് റിക്കവറി പ്രൊസീജിയർ. അപ്പോൾ റിക്കവറി പ്രൊസീജിയർ യൂസ് ചെയ്യുമ്പോൾ എന്താ? വാല്യൂസ് എല്ലാം തന്നെ റീസ്റ്റോർ ചെയ്യും അല്ലേ. റീസ്റ്റോർ ദി വാല്യൂസ് ഓഫ് ഒബ്ജക്റ്റ് ടു ദി വാല്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ മോസ്റ്റ് റീസെന്റ് കമ്മിറ്റഡ് ട്രാൻസാക്ഷൻ. ഇനി ക്ലയന്റ് പ്രോസസ് ആണ് ക്രാഷ് സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവർ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യാന്ന് വെച്ചാൽ, എങ്ങനെയാണ് മനസ്സിലാക്കാന്ന് വെച്ചാൽ, സർവർ ഒരു എക്സ്പയറി ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ടൈമിന്റെ ഉള്ളിൽ ട്രാൻസാക്ഷൻ നടന്നിട്ടില്ലെങ്കിൽ സർവറിന് മനസ്സിലാവും യെസ് അവിടെ എന്തോ ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട്, ക്ലയന്റ് പ്രോസസ്സ് ക്രാഷ് ആയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അബോർട്ട് എന്നുള്ള ആക്ഷൻ പെർഫോം ചെയ്യും. അബോർട്ട് എനി ട്രാൻസാക്ഷൻ ദാറ്റ് ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ബിഫോർ ഇറ്റ്സ് എക്സ്പയറി ടൈം. ഓക്കെ. ഇനി വരുന്നത് സർവർ പ്രോസസ്സ് ക്രാഷ് ആവുമ്പോൾ ക്ലയന്റ് എന്തൊക്കെ ആക്ഷൻ ആണ് ചെയ്യണമെന്നുള്ളതാണ്. ഇഫ് ആൻ സർവർ crashes while an transaction in process, the client will become aware of this when one of the operation returns an exception after an timeout. Okay. If a server crashes and is then replaced during the progress of transaction, the transaction will no longer be valid and the client must be informed via an exception to the next operation. ഇവിടെ ഒരു exception concept യൂസ് ചെയ്യാണ്. അത് വെച്ചിട്ടാണ് സർവർ പ്രോസസ്സ് ക്രാഷ് ചെയ്യുമ്പോൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണ് പറഞ്ഞത്. അറിയാം കുറച്ച് ചിലപ്പോൾ ലെങ്ത് കൂടി പോയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ചില കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ടാവും. കാരണം ഈ ഒരു സബ്ജക്റ്റും ഇത്തിരി ടഫായുള്ള സബ്ജക്റ്റ് തന്നെയാണ്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നതിൽ കുറച്ച് പ്രോബ്ലംസും ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.